എല്ലാവർക്കും നമസ്കാരം. ആത്മീയത എന്നുള്ളത് തന്നെ നാം പലരും മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഭഗവത്ഗീതയോ ഖുറാനോ ബൈബിളോ ഉപനിഷത്തുകളോ ഇതൊക്കെയാണ് നമ്മുടെ ആധ്യാത്മികതയെന്ന് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ ആചാര്യന്മാർ പറയുന്ന ചില ആത്മീയ വാക്കുകൾ, ഇതൊക്കെ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു ശക്തി നൽകുമെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നുവെച്ചാൽ യഥാർത്ഥ ആത്മീയത നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരു റിയൽ സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് റിയൽ മെഡിറ്റേഷനിൽ നിന്നാണ്. ധ്യാനം എന്നുള്ളൊരു പദം തന്നെ അത് ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ്. ധ്യാനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പം അയാൾക്ക് മരണത്തെ ഭയം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അയാൾ ധ്യാനത്തിലൂടെ മരണത്തെയാണ് അറിയുന്നത്. 5 പഞ്ചേന്ദ്രിയങ്ങളും സ്വാധീനിക്കാതെ ജീവൻ്റെ ഒരു തലത്തെ മനസ്സിലാക്കുന്ന സ്റ്റേറ്റ്. അപ്പോൾ മെഡിറ്റേഷൻ നമുക്കത് അതിലൂടെ മാത്രമേ ഡെത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, രമണ മഹർഷി അദ്ദേഹം മധുരയിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ വെച്ച് എന്തായാലും രാജാവാണെങ്കിലും ഭിക്ഷക്കാരനാണെങ്കിലും എല്ലാം ഒരു ദിവസം കത്തിപ്പോവും, ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. ഈ ശരീരം എന്നുള്ളത് ശാശ്വതമല്ല എന്ന കുട്ടിക്ക് 16-ാം വയസ്സിൽ തന്നെ ചിന്തകൾ തുടങ്ങി. ആ 16 വയസ്സുകാരൻ ഞാൻ മരിക്കുക എന്നുള്ള ആ ഒരു ഉറച്ച ബോധത്തോടുകൂടി കടന്നു. പക്ഷെ അതൊരു അലോസിനേഷൻ ഉപരി തന്നെ അത് ചില റിയൽ എക്സ്പീരിയൻസിലേക്ക്, ആ സോളിൻ്റെ മുജ്ജന്മവുമായി ബന്ധപ്പെട്ടുള്ള ചില കർമ്മങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് അതിന് കടക്കാൻ കഴിഞ്ഞ രമണ മഹർഷിക്ക്. അതിനുശേഷമാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യം മനസ്സിലായത്. എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ഓരോ യോഗികളും ഓരോ സന്യാസിമാരും, ഒരു സന്യാസി ആവണമെങ്കിൽ തന്നെ അറിവ് കൊണ്ട് പറ്റില്ല, സന്യാസിക്ക് തിരിച്ചറിവുണ്ടാവണം. ഒരു മോക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ലിബറേഷൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് എന്താണ് റിയലൈസേഷൻ എന്ന് പോലും നമ്മൾ കേൾക്കുന്നതിനുപരി തന്നെ ആ റിയലൈസേഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് തീവ്രമായുള്ള അനുഭവം സംഭവിക്കണം. ആ തീവ്ര അനുഭവത്തിൻ്റെ ഒരു അനുഭവമാണ് സ്വന്തം മരണത്തെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. ഡെത്ത് എനർജി എക്സ്പീരിയൻസ് ഉണ്ട്, അത് വേറെയാണ്. അത് മരിച്ചവർ ഊർജ്ജത്തെ അനുഭവിക്കണം. എന്നാൽ സ്വയമേയുള്ള മരണത്തെ, നമ്മുടെ തന്നെ മരണം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു ലൈവ് പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ മാസം 2-ാം തീയതി ഗുരുവായൂരിൽ വെച്ച്. പ്രോഗ്രാമിൻ്റെ പേര് മഹാകാല എന്നാണ്. ശിവനെ നമ്മളെപ്പോഴും മഹാകാല എന്ന് വിളിക്കും. കാലം നമ്മളാണ്. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം നിലനിൽക്കുന്ന ഇടമുണ്ട്, അതിനൊരു സ്ഥലമെന്ന് പറയും. ഇത് സഞ്ചരിക്കുന്നു, സഞ്ചിതത്തിൽ കടന്നു പോകുന്നു, സംസാരചക്രത്തിൽ കടന്നത് പൊക്കോണ്ടേയിരിക്കുന്നു. അപ്പം ഇതിനൊരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. അന്ന് ആ മഹാകാലം ശരിക്കും സ്വന്തം മരണമാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് സാധാ മരണം എന്ന് പറയുമ്പോൾ അതും ഈ കാലത്തിലും സമയത്തിലും, ദേഹം പോയാലും ദേഹി എവിടെ ഉണ്ടാവും. എന്നാൽ ദേഹിക്ക് ദേഹവും ദേഹിയും ഇല്ലാതാവുന്ന ഒരവസ്ഥയുണ്ട്. ആ സ്ഥിതി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ മനസ്സിലാക്കുമ്പം മാത്രമാണ് ആത്മീയ തുടക്കം തന്നെ തുടങ്ങുന്നത്. സിദ്ധപരമ്പരയുടെ മഹത്തരമായുള്ള വിദ്യയും ഇതാണ്. സിദ്ധവിദ്യ എല്ലാവർക്കും ആദ്യം ക്രിയ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പലതും ചെയ്തിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം അവർക്ക് ഡെത്ത് എക്സ്പീരിയൻസ് കൊടുക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് മെഡിറ്റേഷൻ എന്താണെന്നറിയാതെ, ജ്ഞാനം എന്താണെന്നറിയാതെ തുടക്ക സമയത്ത് തന്നെ അത് വന്നിട്ട് ലഭിക്കുമ്പം അവർക്ക് അത് കിട്ടാനുള്ള അനുഗ്രഹം തന്നെ ഗുരുവിൻ്റെ തപസ്സാണ്. ഗുരു എന്തുമാത്രം തപസ്യാണോ, ഗുരു എന്തുമാത്രം ആ വിദ്യയിൽ ഉറച്ചിരിക്കുന്ന ആളാണോ, അതിൻ്റെ കൃപയാണ് ആ വരുന്നവർക്ക് തുറന്നു കിട്ടുന്നതും. ചിലപ്പം വർഷങ്ങളെടുത്ത് ലഭിക്കുന്ന ഒരു അനുഭവമാണ് സ്വന്തം ഡെത്ത് എക്സ്പീരിയൻസ് ഇല്ലാതെ ആരും സ്പിരിച്വാലിറ്റി മൂവ് ചെയ്യില്ല. അതിന് ശേഷമേ അവർക്കെല്ലാം തന്നെ ലൈഫിൻ്റെ ഒരു റിയലൈസേഷൻ്റെ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. അപ്പം ഒരാളുടെ തപസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് അവരുടെ ഒരു രീതിയിൽ നിങ്ങൾക്കും കൂടി ഒരു അനുഗ്രഹം നൽകുകയാണ്, സ്വന്തം മരണത്തെ അനുഭവിച്ചറിയാനായിട്ട്. കേൾക്കുമ്പം പേടി വരും, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവർക്കും ഒരു ദിവസം യാഥാർത്ഥ്യമായുള്ളൊരു കാര്യമാണ് മരണം എന്നുള്ളത്.
അപ്പം നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പം നമ്മളതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മവും നമ്മുടെ ജനന മരണവും രഹസ്യവും നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ശരീരം വിട്ടതിന് ശേഷം ഏത് ദൈവത്തെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഏത് ഗ്രന്ഥത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? വിശ്വാസമെല്ലാം തന്നെ നമുക്ക് എവിടുന്നോ അതിനെ ഉറയ്ക്കാൻ കിട്ടുന്ന മനസ്സിൻ്റെ തന്നെ ഒരു മിഥ്യയാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നതല്ല, സ്വന്തം അനുഭവമാണ്. മരിക്കുന്നതിൻ്റെ മുൻപേ മരണത്തെ അറിയണം. എന്നാൽ മാത്രമേ നിങ്ങൾ ജീവിച്ചതിന് അർത്ഥമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുന്നൊരു ജീവനാന്നുള്ള അവസ്ഥ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഓരോ റിയലൈസേഷൻ വന്ന ആൾക്കാരും ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരെ കാണുമ്പോഴും അവർ ഉറങ്ങുകയാണ്, ഉണരുന്നില്ല, ഉറങ്ങുക തന്നെയാണ്. ആ ഉറക്കത്തിൽ നിന്ന് ഉണരണമെങ്കിൽ ഞാൻ ദേഹമല്ലെന്നുള്ള ബോധ്യം സ്വന്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ കഴിയുള്ളൂ. അതിനുവേണ്ടി നൽകുന്ന ഒരു ഉയർന്ന അനുഭവമാണ് ഈ ഏപ്രിൽ മാസം 2-ാം തീയതി ഗുരുവായൂർ വെച്ച് നടത്തുന്ന മഹാകാല എന്നുള്ള പ്രോഗ്രാമിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിലേക്ക് വരുന്നതിൻ്റെ മുൻപേ ഒരു തയ്യാറെടുപ്പുണ്ട്. ഇന്ന് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനയുണ്ടാവും. രജിസ്റ്റർ ചെയ്തതിൻ്റെ ദിവസം മുതൽ തന്നെ നമുക്ക് ചെയ്തു വരാനുള്ള ചില സാധനാ രീതികളുണ്ട്. അതിനുശേഷം 9 മണി മുതൽ 4 മണി വരെയുള്ള സമയത്താണ് 1 ഡേ പ്രോഗ്രാമാണ് ഏപ്രിൽ മാസം 2-ാം തീയതി നടക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം.